എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് വീഡിയോയുടെ ഷോപ്പ് ഡ്രോയിങ്ങിൻ്റെ ഒരു സീരീസ് വീണ്ടും പുനരാരംഭിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു സിമ്പിളൊരു വാട്ടർപ്രൂഫാണ്. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെയും വളരെ സിമ്പിളായിട്ടുള്ളൊരു വാട്ടർപ്രൂഫാണ് നമ്മൾ ആദ്യം ഇന്ന് വരച്ച് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിച്ചൺ വാനിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ജസ്റ്റ് ഇത്തരം ഒരു സ്പേസാണ് നമുക്ക് സൈറ്റിലുള്ളതെന്ന് കൺസിഡർ ചെയ്ത് 2300 എക്സാക്റ്റ് ഇങ്ങനെ മെഷർമെൻ്റ് ഒന്നും ലഭിക്കണമെന്നില്ല. എങ്കിൽ കൂടി നമുക്കൊരു ഉദാഹരണം എന്നുള്ള രീതിക്ക് ഞാനിവിടെ ഈ ഒരു മെഷർമെൻറ്റ് 2300 mm അല്ല ബൈ 660 എന്നൊരു സ്പേസ് ഒരു 4 ഡോർ വാട്ടർപ്രൂഫ് പ്ലേസ് ചെയ്യാൻ കഴിയുന്ന രീതിക്ക് ഉള്ളൊരു സ്പേസാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ ഒരു വാർഡ്രോബ് വരയ്ക്കാമെന്നുള്ളത് നോക്കാം. അപ്പം 2300 എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് എന്തായാലും നമുക്ക് ഫില്ലർ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം 5 സെൻറ്റിയുടെ ഉണ്ട് ഫില്ലർ ആഡ് ചെയ്യാണ് 50 അതിൽ ഞാൻ 80 mm രണ്ട് 28 പീസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഫില്ലർ ഇങ്ങനെ ഒരു 8 രണ്ട് പീസ് വരയ്ക്കും. ഇപ്പോൾ നമ്മൾ കാർക്കേസ് എന്ന് പറയുന്ന ലെയർ ചെയ്യുന്നതുകൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് ലെയറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇപ്പം വരയ്ക്കുമ്പോൾ നമ്മൾ ലെയർ വരച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ലെയറും കാര്യങ്ങളൊക്കെ മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഒരു ഫില്ലർ ഇവിടെ വരച്ച് ഇതിൻ്റെ ഒരു മിറർ ഇപ്പുറത്തെ സൈഡിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഫില്ലറിൻ്റെ സ്പേസ് നമുക്ക് ആദ്യം എത്ര ഒഴിവാക്കണമെന്നുള്ളത് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലത്താണ് നമ്മൾ വാട്ടർപ്രൂഫ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും 5 സെൻറ്റിയുടെ ഫില്ലർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2200 mm ആണ് വരുന്നത്. അപ്പം 1100-ൻ്റെ ഒരു ഡബിൾ ഡോറുള്ള 2 യൂണിറ്റ് നമുക്ക് 1200-ൻ്റെ രണ്ട് ഡബിൾ ഡോർ വരുന്ന 2 യൂണിറ്റ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 2 ഡബിൾ ഡോർ യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഒരു എക്സൽ ലൈൻ ഇടുകയാണ്. ഈ ഒരു കാർക്കേസ് കിട്ടിയ എക്സൽ ലൈൻ ഇടുന്നു. അതിനുശേഷം 1700 എന്ന് പറയുന്ന ഒരു വാല്യൂ എൻ്റർ ചെയ്തതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്ക് വരച്ചതിന് ശേഷം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. ഈ എക്സൽ ലൈനുകൾ ഡിലീറ്റ് ചെയ്തു. നമുക്ക് ബാക്കിൽ സ്വാഭാവികമായിട്ടും സ്കർട്ടിങ്ങുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു സേഫ് സൈഡ് എന്നുള്ള രീതിക്ക് നമുക്കൊരു 20 mm നമ്മുടെ കാർക്കേസിന് ചെറുതാക്കി വയ്ക്കുക. എല്ലാ സൈറ്റുകളിലേക്കും നമ്മൾ അഥവാ നമ്മൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നാൽ പോലെ 2 സെൻറ്റിമീറ്ററൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ സ്കർട്ടിങ്ങുകൾ മിക്കവാറും ഉള്ള സ്കർട്ടിങ്ങുകളൊക്കെ മാർബിളിൻ്റെ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്ററിനകത്തൊക്കെ തന്നെ PVC-യുടെ ആണെങ്കിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരു സേഫ്റ്റി സൈഡ് എന്നുള്ള രീതിക്ക് നമുക്ക് 2 സെൻറ്റിമീറ്റർ ബാക്കിൽ ഗ്യാപ്പ് വിട്ടിട്ട് വേണം കാർക്കേസ് ചെയ്യാൻ. അതിനുശേഷം ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ തന്നെ എടുത്തതിന് ശേഷം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. ഇതുപോലത്തെ ഡൈനാമിക് ബ്ലോക്കുകളായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അതൊന്നും ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നില്ല. കാരണം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ഷോർട്ട് കട്ടും കാര്യങ്ങളിലേക്കൊക്കെ മെത്തേഡുകളൊക്കെ വരുന്ന ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു സൈഡ് പാനൽ ഞാൻ ഫുള്ള് ബാക്ക് വരെ ഈ ഒരു ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ ബാക്ക് വരെ വരച്ച് വയ്ക്കുന്നു. ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 6 mm ബാക്ക് പാനലാണ്. അപ്പോൾ അവിടെ നിന്നൊരു 6 mm മൈനസ് ചെയ്ത് വയ്ക്കുന്നു. ഫ്രണ്ടിൽ എൻ്റെ ഡോറ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 mm ഡോറാണ്. പ്ലസ് ഒരു 2 mm അവിടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഡോർ തുറക്കാൻ ആവശ്യമായിട്ട് 2 mm ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 18 + 2 20 mm നമുക്ക് ഇവിടെ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സൈഡ് പാനലിനെ ജസ്റ്റ് അതുപോലെ തന്നെ ഞാൻ മറുവശത്തേക്കും മിറർ ചെയ്യുകയാണ്.
അത് ചെയ്തതിന് ശേഷം ബാക്ക് പാനലായിട്ട് ഞാനിവിടെ 6 mm റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ ആവശ്യമില്ല. ഔട്ടർ റെക്റ്റാങ്കിൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം ഞാൻ ഡോർ വരയ്ക്കാൻ പോവാണ്. ഇവിടെ നിന്ന് 18 അല്ലെങ്കിൽ 550യുടെയാണ് ഡോർ വരുന്നത്. അപ്പം നമുക്ക് 550,18 എന്ന് പറയുന്ന സൈസിലേക്ക് ഒരു ഡോർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലിപ്പിങ് കാണിക്കാം. ലിപ്പിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം ഞാൻ 0.7 mm ബാക്കിലേക്ക് അത് മൈനസ് ചെയ്തതിന് ശേഷം ഒരു 0.7 mm ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയ ഒരു ഫില്ലറ്റ് കൊടുത്തുകൊണ്ട് 0.7 mm ഫുള്ള് ഈ ഒരു കോർണർ ഫില്ലറ്റ് കൊടുത്ത് ആക്കി വയ്ക്കും. ഓക്കെ, ഇത് നമുക്ക് എഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ലെയറിലേക്ക് കൊണ്ടുപോകാം. ഗ്രീൻ കളർ എഡ്ജ് എന്ന് പറയുന്ന ലെയറിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ എന്തായാലും 2 mm ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ 2 mm ഗ്യാപ്പ് പ്ലസ് ഒരു 0.7 ഇത് കൂടി ചേർത്ത് 2.7 എന്ന് പറയുന്ന ഗ്യാപ്പ് നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു എഡ്ജ് ബാൻഡിൻ്റെ ഒരു പോർഷൻ ആഡ് ചെയ്യാം. ഓക്കെ, ഈ എഡ്ജ് ബാൻഡ് നമുക്ക് ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഡോറിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മിറർ ചെയ്ത് വെച്ചു. ഈ ഒരു ജോയിൻറ്റിൻ്റെ അവിടെയും എന്തായാലും നമുക്ക് ഒരു 2 mm ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ 1.7 ഈ ഒരു സൈഡിലോട്ടൊരു 1.7 mm ഗ്യാപ്പ് കൊടുക്കാം. അതിനുശേഷം ഈ എഡ്ജ് ബാൻഡ് 0.7 ആയതുകൊണ്ടാണ് 1.7 കൊടുത്തത്. ഈ എഡ്ജ് ബാൻഡ് അതുപോലെ തന്നെ നമുക്ക് മിറർ ചെയ്ത് 2 വശങ്ങളിലേക്ക് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ഡോറിൻ്റെ രണ്ട് സൈഡിലും എഡ്ജ് ബാൻഡ് കൊടുത്തിട്ട് ഇതിപ്പം നമ്മൾ എന്താ പറയുക നോർമൽ മെലാമിൻ മെറ്റീരിയൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എഡ്ജ് ബാൻഡും കാര്യങ്ങളൊക്കെ കാണിച്ച് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റിൽ ചെയ്യുന്ന സമയത്ത് എഡ്ജ് ബാൻഡും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇത് മെലാമിൻ മെറ്റീരിയൽ ചെയ്യുന്നതുകൊണ്ടാണ്. അതിനുശേഷം നമുക്ക് ഓൾറെഡി ഒരു സ്ക്രൂ വെച്ചിട്ടാണ് ഇവിടെ ഫിറ്റിങ് ഞാൻ ചെയ്യുന്നത്. നോക്ക് ഡൗൺ ഫിറ്റിംഗ് അല്ല, കെടി ഫിറ്റിംഗ് അല്ല. അതുകൊണ്ട് തന്നെ സ്ക്രൂവിൻ്റെ ഇതും ഒരു ഡൈനാമിക് ബ്ലോക്കാണ്. നമുക്ക് ഡിഫറെൻറ്റ് സൈസ് സ്ക്രൂ ആക്കി മാറ്റാൻ കഴിയുന്നതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഫയലുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു ഒരു ചെറിയ സ്ക്രൂ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 സൈഡും സ്ക്രൂ ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേ സൈഡിലേക്ക് ഞാൻ സ്ക്രൂവിനെ മിറർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാർക്കേസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പണിങ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ആദ്യം ഇവിടെ നിന്നൊരു ഏതെങ്കിലും ഒരു ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം ഒരു സർക്കിൾ എടുത്തതിന് ശേഷം ഈ ഒരു ലൈൻ്റെ സെൻറ്ററിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം ഈ പോർഷൻസൊക്കെ നമുക്ക് ഒന്ന് ഡിലീറ്റ് ആയി കളഞ്ഞ് ഇത്രയും മതി നമുക്ക്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഒരു 15 mm ഒരു ഓഫ്സെറ്റ് ഇടാം. ഓഫ്സെറ്റ് ഈ ലൈനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാനൊക്കെ ഉണ്ട്, കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുമ്പോൾ. ഓക്കെ,
അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതായിട്ടൊരു ഇത് വന്നു. അതിനെ നമുക്ക് ഒരു ഏതെങ്കിലും ഹിഡൻ അല്ലെങ്കിൽ ഹിഡൻ എന്ന് പറയുന്ന ഒരു ലെയറിലേക്ക് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഒരു മിറർ കോപ്പി എടുത്ത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ഫസ്റ്റ് കാർ കേസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഹാച്ചസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതിലേക്ക് ഹാച്ചിൻ്റെ ലെയറിലേക്ക് പോയതിന് ശേഷം ഹാച്ചിൻ്റെ ഷോർട്ട് കട്ട് അയച്ച് അടിക്കുക. അതിനുശേഷം നമ്മുടെ ലെയറിൻ്റെ ഹാച്ചിൻ്റെ സ്കെയിൽ എത്ര വേണമെന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ ബൈ ലെയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഏത് ഹാച്ച് പാറ്റേൺ ആണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഹാച്ചസ് കൊടുക്കുക. ഒരു പ്ലാൻ സെക്ഷൻ എന്നുള്ള രീതിക്കാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഹാച്ച് ആഡ് ചെയ്യുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്കിതിനെ ഒരു ബ്ലോക്കാക്കി മാറ്റാം. ബ്ലോക്ക് കാർക്കേസ് ഒന്നൊരു ബ്ലോക്കാക്കിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മെറി ചെയ്യണമെങ്കിലൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇങ്ങോട്ട് മെറി ചെയ്ത് വയ്ക്കാനൊക്കെ ഒക്കെ സാധിക്കും. ഓക്കെ, ഇപ്പോൾ 4 ഷട്ടറുള്ള 2 യൂണിറ്റിൻ്റെ ഒരു വാർഡ്രോബിൻ്റെ കാർക്കസ് ഇവിടെ അതിന് പ്ലാൻ നമ്മളിവിടെ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് വരയ്ക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹാങ്ങറാണോ അല്ലെങ്കിൽ ഡ്രോവറാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണിക്കാൻ വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഇത് ഡ്രോയിങ്ങിൽ തന്നെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹാങ്ങറിൻ്റെ ഒരു ചെറിയ വ്യൂ ഇത് വരയ്ക്കാം. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല വരയ്ക്കുന്നത്, ജസ്റ്റ് ഒരു അതിന് വരച്ചതിന് ശേഷം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം 25 mm റേഡിയസുള്ള ട്യൂബാണ് സാധാരണ ഹാങ്ങറിന് വരാറുള്ളത്. അപ്പോൾ നമുക്ക് 25 ഒരു വരച്ചിട്ട് ഇത് മറുസൈഡിലേക്ക് മറിയുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനെ ലെയറൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞൊരു ഡ്രോവറും അതിന് മുകളിൽ ഷെൽഫുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ഈ ഒരു കാർക്കേസിനകത്ത് നമുക്ക് ഡ്രോവറും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ 2 സൈഡിൽ നിന്നും ഇവിടെ ഹിഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 8 സെൻറ്റിയോളം 10 സെൻറ്റിയോളം 8 സെൻറ്റിയോളം കുറഞ്ഞത് ക്യാപിറ്റലിന് ശേഷം വേണം ഈ ഒരു എന്താ പറയുക ഡ്രോവറിൻ്റെ ഒരു ബോക്സ് അവിടെ സെറ്റ് ചെയ്യാനൊക്കെയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 8 സെൻറ്റ് ക്യാപിറ്റലിന് ശേഷം ഇവിടെ ഒരു 5 സെൻറ്റിയുടെ ഫില്ലർ ആഡ് ചെയ്യുകയാണ്. 5 സെൻറ്റിയുടെ ഫില്ലർ ആഡ് ചെയ്തു. ഇവിടെ ഈ ഫില്ലർ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മളിലുള്ള 2 ഫില്ലറുണ്ട്. ഒരു ഫില്ലറിൽ അതിൽ നിന്ന് ഫില്ലർ കോപ്പി എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് ബാക്ക് വരെ നമുക്ക് ടച്ച് ചെയ്യുന്ന രീതിക്ക് നീട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ റെക്ടാങ്കിൾ ലൈന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ജസ്റ്റ് അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ മിറർ ചെയ്ത് വയ്ക്കാം.
അതിനുശേഷം ഇതിൽ വരുന്ന ഒരു ഡ്രോവർ നമുക്ക് വരച്ചെടുക്കാം. ഡ്രോവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സാധാരണ ഇതിൽ 7 mm ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രോവർ റണ്ണർ ഫിറ്റ് ചെയ്യാം. അതായത് ബ്ലമ്മിൻ്റെ ഒക്കെ അണ്ടർ മൗണ്ട് റണ്ണർ വരുന്നത് 7 mm സ്പേസ് മതിയാവും. സോ ഇത് നമുക്ക് 7 mm ഗ്യാപ്പ് കൊടുക്കാൻ 2 സൈഡിലും. ഓരോ കമ്പനി ഉപയോഗിക്കുന്ന റണ്ണർ അനുസരിച്ച് ഈ ഒരു ഗ്യാപ്പിൽ വേരിയേഷൻ വരും. സാധാരണ ഇതിൽ നമ്മളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റണ്ണർ എന്ന് പറയുന്നത് 7 mm ഗ്യാപ്പ് മതിയാവും. അതിനുശേഷം ബാക്കിൽ നിന്ന് ഒരു 20 mm ഗ്യാപ്പ് കൊടുക്കാം. എന്നിട്ട് ഇത് ബാലൻസ് എത്രയാണെന്ന് നോക്കിയാൽ 454 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇതിൻ്റെ ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് ഫേഷ്യ നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാർക്കേസ് എടുത്തിട്ട് അതിനെ ഒന്ന് എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു 2 സൈഡും നമ്മൾ ലിപ്പിങ് കൊടുത്ത് വെച്ചേക്കുന്ന ഈ ഒരു ഫേഷ്യ തന്നെ ഈ ഒരു പീസ് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഇവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ഒന്ന് അലൈൻ ചെയ്യുക. ഈ സൈഡ് അലൈൻ ആയിട്ടുണ്ട്. അതിനുശേഷം അത് സ്ട്രെച്ച് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് പാനലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സൈഡിൽ നമ്മൾ 18 രണ്ട് സൈഡ് പാനൽ വരയ്ക്കുന്നുണ്ട്. സൈഡ് പാനലിൻ്റെ ലെയർ നമ്മൾ കാർക്കേസ് ലെയറിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 mm മതിയായിരിക്കും. അപ്പോൾ നമുക്കൊരു 4 mm ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാം. ഈ ഹാച്ച് അസോസിയേറ്റ് അല്ലാത്തതുകൊണ്ടാണ് സെർച്ച് ആവാത്തത്. ഹാച്ച് ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഹാച്ച് നമുക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 4 mm കൂടി കൊടുക്കാൻ എന്തോ ഹാച്ചിനൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. 3 mm ഗ്യാപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ രണ്ട് സൈഡ് പാനൽ വരച്ചു. സെൻട്രൽ പോയിന്റിൽ നിന്ന് വരച്ചിട്ട് 2 സൈഡിലേക്ക് ആ ഒരു സൈഡ് പാനലിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഡ്രോവർ ബോക്സിന് ഒരു ബാക്കിലൊരു സപ്പോർട്ടായിട്ടൊരു പീസും കൂടെ വരും. ആ ഒരു പീസാണ് ഈ വരയ്ക്കുന്നത്. ഇതാണ് നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് കാണുന്നൊരു ഫേസ് ചെയ്യുക. അതിന് ബാക്കിൽ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു പീസാണിത്. അതുപോലെ തന്നെ അത് ബാക്കിൽ ഒരു പീസും അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ബാക്കിലൊരു പീസും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഔട്ടർ റെക്റ്റാങ്കിൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതിനുശേഷം ഈ ലൈൻ, ഇതിൻ്റെ ഒരു ഔട്ടർ ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഹാച്ച് ലെയറിലാണുള്ളത്. നമ്മൾ മാച്ച് പ്രോപ്പർട്ടി വെച്ചിട്ട് കാർക്കേസിൻ്റെ ഒരു ഓപ്ഷനിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമുക്ക് റണ്ണറിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ ഇന്നർ സൈസ് ക്രിയേറ്റ് ചെയ്യാനാവുന്നത്. അപ്പോൾ ഇത് 436 ആണ്. 436 നമുക്ക് റണ്ണർ അവൈലബിൾ അല്ല, 45 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 14 mm കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് 45 എന്നൊരു സൈസിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിവിടെ 45 mm റണ്ണർ അല്ലെങ്കിൽ ഡ്രോവർ ചാനൽ നമുക്ക് ഇതിന് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 450 mm ഓപ്പണിങ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം സൈസ് നമുക്ക് കിട്ടും. ഒരു സൈഡ് ഒരു
ഇത് ഹാങ്ങർ വരുന്ന കാർക്കേസ് യൂണിറ്റും മറു സൈഡിൽ ഒരു ഡ്രോവർ, ഒരു 3 ഡ്രോവർ വരുന്ന പ്ലസ് ഷെൽഫ് വരുന്നൊരു യൂണിറ്റുമാണ് നമ്മളിവിടെ അതിൽ വരച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരയ്ക്കാം. ആക്ച്വലി ഇതിൻ്റെ പ്ലാൻ വരച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരയ്ക്കണം. അതിന് മുന്നേ വേണമെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഫ്രണ്ട് എലിവേഷൻ ആദ്യം വേണമെങ്കിൽ വരയ്ക്കാം. കാരണം ഇത് ഒരു സ്ട്രൈറ്റ് നോർമലുള്ളൊരു വാട്ടർ പോയിൻ്റ്, ഇതിന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഫ്രണ്ട് എലിവേഷനിൽ നിന്ന് വേണമെങ്കിലും വരച്ച് ആരംഭിക്കാം. ഇവിടെ ഒരു 3 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു 3 മീറ്റർ ഹൈറ്റിലുള്ളൊരു വാട്ടർ പോകുന്നുള്ള രീതിക്കാണിത് പരിഗണിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്റർ പോയിൻറ്റും കൂടി എടുക്കുന്നു. സ്കേർട്ടിങ്ങായിട്ട് ഇതിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 mm സ്കേർട്ടിങ്ങാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ വരുന്ന 2 ഫില്ലറുകൾ നമ്മൾ ഇവിടെ 2 റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് വരച്ചു. പിന്നീട് ഇതിന് മുകളിൽ 5 സെൻറ്റിയുടെ ഫില്ലർ വരുന്നുണ്ട്. അതും കൂടി നമ്മളിവിടെ 50 mm കുറച്ച് കൊടുത്തു. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ എക്സൽ ലൈനുകളെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് ഒരു കാർക്കേസ് എന്ന് പറയുന്നതിൻ്റെ എയറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ എല്ലാത്തിനെയും ആ ഒരു കാർക്കേസ് എന്ന് പറയുന്ന ലെയറിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് കാർക്കേസ് എന്ന് പറയുന്ന ലെയറിലേക്ക് ഇതിനെ സ്വിച്ച് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാച്ച് പ്രോപ്പർട്ടി എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഫില്ലർ ഫുള്ള് റെക്റ്റാങ്കുലർ ഫില്ലർ വരച്ച് ഇത് ഫുള്ളാക്കുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കാർക്കേസിൻ്റെ ഒരു പോർഷനും കൂടെ വരയ്ക്കുന്നു. ഇതിന് ശേഷം നമുക്ക് 2 ഫില്ലർ താഴെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫില്ലർ താഴെ വന്നിട്ടുണ്ട്. ടോപ്പിലൊരു ഫില്ലർ വരുന്നുണ്ട്. ഇവിടെ സ്കർട്ടിങ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഓരോന്നും 2 ഷട്ടർ വീതമുള്ള ഇതാണ് യൂണിറ്റുകളാണ്. അപ്പോൾ നമുക്ക് 2 ഷട്ടറുകൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. സിംഗിൾ ഷട്ടറാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് 2 സിംഗിൾ ഷട്ടർ വരയ്ക്കാം. അതിനുശേഷം അതിൻ്റെ ലൂസായിട്ടുള്ള 2 mm നമുക്ക് ഇവിടെ കൊടുക്കാം. 2 mm കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ 2 mm, സൈഡിൽ 2 mm, പക്ഷേ ഇവിടെ 2 × 4 ആവും. അപ്പോൾ നമുക്ക് ഓരോ mm വീതം ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത് എന്താണ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് സ്കെച്ചപ്പിൻ്റെ ട്യൂട്ടോറിയൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ഈ വരച്ച് വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ വന്നത് എന്നുള്ളത് സ്കെച്ചപ്പിൽ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ആദ്യമായിട്ട് ജോയിനറി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കുറിച്ചാണ് ഞാനിത് പറഞ്ഞത്. ഓൾറെഡി ജോയിനറി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ്ങുകളും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു എലിവേഷൻ സെക്ഷനൊക്കെ വരയ്ക്കുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് പിടികിട്ടും. ഇതെങ്ങനെയൊക്കെ വന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്കെച്ചപ്പിൽ ഈ സെയിം വാട്ടർ തന്നെ നമുക്ക് സ്കെച്ചപ്പിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ഓരോ പോർഷൻസായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ ഒരു സൈഡിൽ 2 ഡോർസ് ആയിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റേ സൈഡിലേക്ക് നമ്മൾ അതിനെ മിറർ ചെയ്ത് വെച്ചു. അപ്പോൾ ടോട്ടൽ 4 ഡോറുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ കൊടുക്കുന്ന ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു എൻഗ്രേവിങ് ഹാൻഡിലാണ്. അപ്പം എൻഗ്രേവിങ് ഹാൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 15 mm 50 mm ഹൈറ്റിലേക്ക് ഇത്
ഹൈറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് വിഡ്ത്ത് 15 mm കൊടുത്തു. അതിനുശേഷം 950 mm ഹൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. അതിനുശേഷം അതിന് ഫില്ലറ്റ് എടുത്തുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള ഫില്ലറ്റ് കൊടുത്തതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കുന്നു. അതിനെ മറു സൈഡിലേക്ക് നമ്മൾ മിറർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു എൻഗ്രേവിങ് ഹാൻഡിലിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും പ്ലാനിൽ കാണിക്കണം. നമുക്ക് പ്ലാനിൽ ഇപ്പോൾ ആ ചേഞ്ചസ് വരുത്താം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്ലോർ ലെവൽ എന്നുള്ള രീതിക്ക് ഇവിടെ ലൈൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ട് ഒരു ഫ്ലോർ ലെവൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സൈറ്റ് ഫ്ലോർ എന്നുള്ള ഒരു ലെയറിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അതിനകത്തൊരു ഹാച്ച് കൊടുക്കാം. ഹാച്ച് കൊടുത്തതിന് ശേഷം അതിനെ ഹാച്ച് പാറ്റേണിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഹാച്ച് പാറ്റേൺ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആയിട്ട് കൊടുക്കാം. കോൺക്രീറ്റ് ഓക്കെ. അതിനുശേഷം നമുക്ക് ഈ വരുന്ന ലൈൻസ് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് താഴെ ഒരു എന്താ പറയുന്നത് ഒരു ഫ്ലോർ ഉണ്ടെന്നുള്ള ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 0.8 കുറച്ച് കൊടുക്കുക. അതിന് ശേഷം പിന്നീട് നമുക്ക് അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ സീലിംഗ് ലെയറുണ്ട്. സീലിംഗ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നില്ല. ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിങ്ങനെ കൊടുക്കാതിന് ശേഷം ഒരു ലൈൻ ഇത്തരത്തിൽ കൊടുത്തുകൊണ്ട് നമുക്കത് ഇതേ ഒരു മാച്ച് പ്രോപ്പർട്ടി എടുത്ത് ഈ ഫ്ലോർ ലെവലിൻ്റെ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ കളറൊന്ന് ഒരു ബ്ലൂ കളറിലേക്ക് മാറ്റി സീലിംഗ് ലെവൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് തുല്യമായിട്ടുള്ളൊരു ബ്രേക്ക് ഇങ്ങോട്ട് വാള് പോകുന്നുണ്ടെന്നുണ്ട് അതിൻ്റെ ഒരു ഓപ്ഷനായിട്ട് നമുക്കൊരു ബ്രേക്ക് ലൈൻ കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതൊരു മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ബ്രേക്ക് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ സ്കെയിൽ നമുക്ക് അതിൻ്റെ സൈസ് നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കുമ്പോൾ 0.5 ആണുള്ളത്. നമുക്കൊരു 5 കൊടുക്കാം. 5 കൊടുത്തതിന് ശേഷം ഒന്ന് അവിടെ എടുത്ത് മറ്റേ സൈഡിലേക്കും കൂടെ ആ ഒരു ബ്രേക്ക് ലൈൻ ആളിങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ആ ഒരു ഇത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ ജസ്റ്റ് വാളിന് ഒരു ചെറിയ ഡോട്ടഡ് ഹാച്ച് കൊടുക്കാം. ഹാച്ച് പാറ്റേണിൽ വന്നിട്ട് ഡോട്ട് എന്ന് പറയുന്ന ഒരു ഇതെടുത്തതിന് ശേഷം അതിൻ്റെ സ്കെയിലൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ കളറൊന്ന്
ചേഞ്ചാക്കി ഒരു ഹാച്ച് ബാറ്റനും കൂടെ ഒരു വാളിന് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വാള് ആണെന്നുള്ളതിൻ്റെ ഒരു വിഷ്വല് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഒരു വാളിൻ്റെ എന്നുള്ള രീതിക്കൊരു ഇത് തന്നെ ഇവിടെ നമ്മൾ വാളിൻ്റെ കൊടുത്ത ഒരു ലെയറിൽ തന്നെ നമ്മളിതിനെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അടുത്തതിന് ഈ ഒരു സെയിം യൂണിറ്റിനെ ഇങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇതിനകത്ത് ഇൻസൈഡ് വ്യൂ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ വരച്ച് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു 2 ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കാർക്കേസിൻ്റെ ഹൈറ്റായിട്ട് നമ്മളിവിടെ ഫസ്റ്റ് കാർക്കേസ് ഇത് അകത്തുനിന്ന് 2 കാർക്കേസായിട്ടാണ് കൊടുക്കുന്നത്. 2200 നമ്മളിവിടെ കാർക്കേസിൻ്റെ ഹൈറ്റായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം റെക്ടാങ്കിൾ 2200 ഹൈറ്റിലേക്കൊരു എക്സൽ ലൈൻ ഇട്ടതിന് ശേഷം വരയ്ക്കുന്നുണ്ട്. പിന്നീട് അതിന് ഒരു 18 mm ഓഫ്സെറ്റ് ഇടാം. ഓഫ്സെറ്റ് ഇട്ടതിന് ശേഷം ഇത്തരത്തിൽ 2 റെക്ടാങ്കിളായിട്ട് നമുക്കത് ഒരു കാർക്കേസിൻ്റെ ഒരു ഇത് ആക്കിയെടുക്കാം. കാർക്കേസിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം ഇതിനെ നമ്മൾ മറ്റേ സൈഡിലേക്ക് മെർജ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മളിവിടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു. ഓഫ്സെറ്റ് 18 mm കൊടുക്കുന്നു. സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ 2 MDFൻ്റെ കാർക്കേസിന് 2 പീസ് ഇവിടെ വരച്ച് വയ്ക്കുമ്പോഴത്തേനും അത് ഒരു ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെ കാണുന്ന ആ രീതിക്ക് തന്നെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതിനെ നമ്മൾ മറ്റേ വശത്തേക്ക് മാർക്ക് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു പ്ലാന്, ഒരു 2 ഡോറിൻ്റെ ഒരു എലിവേഷന്, അതിൻ്റെ ഒരു ഇൻറ്റേർണൽ എലിവേഷനും കൂടെ നമ്മളിവിടെ വരച്ചു. ഇൻറ്റേർണൽ എലിവേഷനിൽ നമ്മളിപ്പം ഈ ഒരു എന്താ പറയുന്നത് ഡ്രോവർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹാങ്ങർ ഇവിടെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹാങ്ങർ ഇതേപോലെ തന്നെ ഇങ്ങെടുക്കുകയാണ്. ഹാങ്ങർ ഇതേപോലെ എടുത്തതിന് ശേഷം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലോറിൻ്റെ ലെവലിൽ ഒരു എക്സൽ ലൈൻ വരയ്ക്കുകയാണ്. എക്സൽ ലൈൻ വരച്ചതിന് ശേഷം അവിടെ നിന്ന് 1900, അതായത് 190 എന്നൊരു ഹൈറ്റിൽ ഈ ഹാങ്ങർ കൊടുക്കാൻ ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഹൈറ്റാണിത്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ് കൊടുക്കും. 1850, 1900 റേഞ്ചിൽ നിങ്ങൾ ഹാങ്ങർ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും ഹാങ്ങർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഒരു 70 mm ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഷെൽഫും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെൽഫ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഈ ഒരു പോർഷനിൽ റെക്റ്റാങ്കിൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ റെക്റ്റാങ്കിളിനെ മൂവ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ ഒരു 70 സെൻറ്റിക്ക് ശേഷം ഈ ഒരു ഹാങ്കറിൻ്റെ മുകളിൽ നിന്ന് 7 സെൻറ്റിക്ക് ശേഷം ഷെൽഫും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ എന്തെങ്കിലും തുണിയോ കാര്യങ്ങളൊക്കെ മടക്കിയെടുത്ത് വയ്ക്കാനോ ചെറിയ എന്തെങ്കിലും ബാഗൊക്കെ സൂക്ഷിക്കാനോ ഒക്കെ ഈ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 7 സെൻറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹാങ്ങർ തൂക്കുന്ന സമയത്ത് നമുക്ക് ഷെൽഫിൽ തട്ടാതെ ഹാങ്ങർ സ്മൂത്തായിട്ട് തൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ 7 സെൻറ്റ് ഗ്യാപ്പ് ഹാങ്ങറുമായിട്ട് ഹാങ്ങറിൻ്റെ ഈ ഒരു റാഡും ഷെൽഫിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 7 സെൻറ്റി ആയിട്ട് കൊടുത്ത് വയ്ക്കുന്നു. 7 സെൻറ്റി 8 സെൻറ്റി ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് മിനിമം 7 സെൻറ്റെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇതൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്തിൻ്റെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്തെ ഹാങ്ങറോ കാര്യങ്ങളോ ഒക്കെ ബ്ലോക്കുകളായിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അത് വേണമെങ്കിലും നമുക്ക് കാണിക്കാം. പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊരു ക്ലീനായിട്ട് തന്നെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനകത്ത് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പോൾ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഇതാണ് ഡ്രോവർ യൂണിറ്റാണ്. ഡ്രോവർ യൂണിറ്റ് വരുമ്പോഴത്തേക്ക് 750 ഈ ഫ്ലോറിൽ നിന്ന് ഹൈറ്റ് വരുന്ന രീതിക്ക് ഒരു ഡ്രോവർ, ഒരു 3 ഡ്രോവറിൻ്റെ യൂണിറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 750 ഫ്ലോറിൽ നിന്ന് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിൽ 5 സെൻറ്റിയുടെ ഫില്ലർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് 5 സെൻറ്റിയുടെ ഫില്ലർ 50,50 രണ്ട് സൈഡിൽ നിന്ന് 5 സെൻറ്റിയുടെ ഫില്ലർ നമുക്ക് ഷോ ചെയ്യാം. അതിനുശേഷം നമുക്ക് ടോപ്പിൽ ഒരു 18 mm ടോപ്പ് നമുക്കിവിടെ കൊടുക്കാം. 18 mm ടോപ്പ് നമ്മളിവിടെ ആ ഒരു 750 ഹൈറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 750 ഹൈറ്റിൽ നമ്മളൊരു 18 mm ടോപ്പ് കൊടുത്തു. ഈ ഒരു 2 ഫില്ലറിനെ താഴേക്ക് ലെവൽ ചെയ്ത് വെച്ചു. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എത്രയുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ അതൊരു 614 614 ഞാനിവിടെ കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം ഒരു 3 ഡ്രോവറാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഡ്രോവറിനും ഒരു 3 സെൻറ്റിയുടെ ഹാൻഡിലും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1, 2, 3 ഹാൻഡിൽ. അപ്പോൾ 30 സെൻറ്റി വെച്ച് 90 mm 30 mm വെച്ചിട്ട് 90 mm നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. -90 കൊടുത്തു കഴിഞ്ഞാൽ 524 ഉണ്ട്. അതിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 174 വരുന്നുണ്ട്. 174/66 വരുന്നുണ്ട്. ഒരു ഡ്രോവറിൻ്റെ സൈസ് കുറച്ച് വേരി ചെയ്തെന്ന് പറയാനും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു 174 തന്നെ ഡ്രോവർ വരയ്ക്കാം. 174 എന്ന സൈസിൽ ഒരു ഡ്രോവർ വരച്ചു. ഇത് പക്ഷേ വളരെ വലിയ ഡ്രോവറാണ്. വേണമെങ്കിൽ നമുക്കിത് 964 ഡ്രോവറാണ്. വേണമെങ്കിൽ ഇത് 2 ഡബിൾ ഡ്രോവർ യൂണിറ്റായിട്ടും കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് ചാനലിലൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് കംപ്ലൈൻ്റ് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കുന്നുള്ളതേ ഉള്ളൂ. റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ 174 വെച്ച് വരച്ചതിന് ശേഷം 30 mm ഇവിടെ ഒരു ഇതാണ് ഗ്യാപ്പാണ്. അതായത് ഇത് ഹാൻഡിലിന് പകരം നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഗ്യാപ്പ് തന്നെയാണ്. അപ്പോൾ ഗ്യാപ്പിലേക്ക് ഒരു ഹാൻഡിലായിട്ട് ആകെ ഒരു ഗ്യാപ്പിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഒരു മെത്തേഡാണ് ഈ ഒരു ഹാൻഡിലൂടെ കൊടുക്കുന്നതിന് ശേഷം വീണ്ടും ഒരു 30 mm അടുത്ത ഒരു ഇതിനെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് മുകളിൽ നിന്നും ഇത് മുകളിൽ നിന്നും അങ്ങനെ 3നെ ഓപ്പൺ ചെയ്യാവുന്ന രീതിക്കാണ് ഈ ഒരു ഡ്രോവറിൻ്റെ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പണിങ് ഒന്ന് വരച്ച് കാണിക്കാം. ഇതേ ഒരു ഹിഡൻ ലൈൻ ഉപയോഗിച്ച് നമുക്ക് അതിനെ അപ്പോൾ ഒരു 3 750 ഫ്ലോറിൽ നിന്ന് 755 ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡ്രോവറിൻ്റെ ഹൈറ്റ് ഒന്ന് ചെറുതായിട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഒരു 32 mm വരും. 2 mm ഡിഫറൻസ് പ്രശ്നമില്ല. ഈ ഗ്യാപ്പ് 32 mm വന്നാലും 2 mm ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ 174 എന്നുള്ള സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെ എല്ലാ ഫേഷ്യയും കട്ടിങ് സൈസിന് എളുപ്പമായിരിക്കും. കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈസ് ഫോളോ ചെയ്ത് കട്ട് ചെയ്താൽ മതിയായിരിക്കും. ഗ്യാപ്പ് മാത്രം ചെറിയ ഒരു 1-2 ഇതിൽ ഗ്യാപ്പിൽ നമുക്ക് കാർപ്പൻറ്റേഴ്സിന് ആണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ബാലൻസ് ഉള്ള സ്പേസിലേക്ക് നമ്മൾ ഷെൽഫാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എത്രയാണ് ബാലൻസ് ഉള്ളത്. 1532 mm ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കാൽക്കുലേറ്റർ എടുക്കുന്നു. ഇവിടെ ഒരു 3 ഷെൽഫ് നമുക്ക് 1532. ഇവിടെ ഒരു 3 ഷെൽഫ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
52 mm 18 mm വെച്ചിട്ട് 3 ഷെൽഫാവും 52 mm തിക്നെസ് നമ്മൾ മൈനസ് ചെയ്തു. അതിനുശേഷം ഡിവൈഡ് ബൈ 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഷെൽഫിൻ്റെ 493.33 എന്ന് കിട്ടും. അപ്പോൾ 493 എന്ന് പറയുന്ന വാല്യൂ വെച്ചുകൊണ്ട് 3 ഷെൽഫ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഈ ഇവിടെ റെക്ടാങ്കിൾ വരയ്ക്കുന്നു. അത് 493ലേക്ക് അതിനെ നീക്കി വയ്ക്കണം. ഓക്കെ, അതിനുശേഷം ഇവിടുന്ന് ഒരു കോപ്പി എടുത്ത് ഇവിടോട്ട് വയ്ക്കുന്നു. ചെറിയ വേരിയേഷൻ ഏതെങ്കിലും ഒരു ഷെൽഫിൻ്റെ ഗ്യാപ്പിനകത്ത് കാണും, അത് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈക്വൽ എന്ന് എഴുതി ഇട്ടാലും കുഴപ്പമില്ല. ഈക്വലായിട്ട് ഒരു ഫിറ്റിങ് ചെയ്യുന്നൊരു ഫിറ്റിങ് ചെയ്തോളും. സോറി, 2-3 കോളമായിട്ട് തിരിക്കണമെങ്കിൽ 2 ഷെൽഫിൻ്റെ ആയിരുന്നു മൈനസ് ചെയ്യേണ്ടത്. 36 മൈനസ് ചെയ്താൽ മതി. അതാണ് പ്രശ്നം വന്നത്. നമുക്ക് വീണ്ടും ഒന്ന് ഡയമെൻഷൻ എടുത്ത് നോക്കാം. 1532. ഓക്കെ, 1532 തന്നെയാണ്. അപ്പോൾ 1532 മൈനസ് 36 ആണ് 1496 ഡിവൈഡ് ബൈ 3 കൊടുക്കുക. അപ്പോൾ 498.66 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 498.66ലേക്ക് അല്ലെങ്കിൽ 498ലേക്ക് ഒരു ഷെൽഫ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഏതെങ്കിലും ലാസ്റ്റ് ഒരു ഷെൽഫിൽ ചെറിയൊരു സ്പേസ് വേരിയേഷൻ ആണ് 498. ഓക്കെ, ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു 50യുടെ വരുന്നുണ്ട്, 498ൻ്റെ വരുന്നുണ്ട്, 498ൻ്റെ വരുന്നുണ്ട്. 50യുടെ ഫസ്റ്റ് ഷെൽഫ് 50യുടെ വരുന്നുണ്ട്. ഇതൊരു വേരിയേഷനൊരു പ്രശ്നമുള്ള വേരിയേഷൻ അല്ല. 2 mm ഒക്കെ വളരെ നെഗ്ലിജിബിളായിട്ടുള്ള ഒരു ഡിഫറൻസാണ്. അതുകൊണ്ട് നമുക്കത് വിഷയമാക്കി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇത് വരച്ചു, പ്ലാൻ വരച്ചു, ഫ്രണ്ട് എലിവേഷൻ വരച്ചു, ഒരു ഇൻറ്റേർണൽ എലിവേഷൻ വരച്ചു. ഇനി നമുക്കിതിൻ്റെ ഒരു സെക്ഷൻ വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് എക്സൽ ലൈൻ ഇടുന്നു, ഫ്ലോർ ലെവലിൽ നിന്നൊരു എക്സൽ ലൈൻ ഇടുന്നു, വാളായിട്ടൊരു ബാക്കിൽ ഒരു ലൈൻ ഇട്ടതിന് ശേഷം നമുക്ക് അവിടെ ഒരു 200/200 ഒരു വാള് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്ത് ഒരു സീലിംഗ് ലെവലിലേക്ക് കൊണ്ടുവയ്ക്കും. ഓക്കെ, എന്നിട്ട് ഈ എക്സൽ ലൈൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇത് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് ആ ഒരു വാളിൻ്റെ ലെയറിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നു. അവിടെ ഒരു ഹാച്ച് കൊടുത്തിട്ട് ഈ സെയിം ഹാച്ച് നമ്മൾ അവിടേക്ക് മാച്ച് പ്രോപ്പർട്ടിയിലേക്ക് പ്ലേസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു ഫ്ലോർ ലെവലിൽ ഒരു ചെറിയൊരു ലൈൻ ഇടുന്നു. അതുപോലെ തന്നെ സീലിംഗ് ലെവലിലും നമ്മൾ ഒരു ലൈൻ കൂടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് 2 ഏരിയാസിൻ്റെയും സെക്ഷൻസ് വരയ്ക്കണം. ഫസ്റ്റ് നമുക്ക് വരയ്ക്കേണ്ടത് ഈ ഒരു കാർക്കേസ്, ഈ ഒരു ഹാങ്ങർ വരുന്ന കാർക്കേസിൻ്റെ സെക്ഷനാണ് ആദ്യം വരയ്ക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡ്രോവർ വരുന്ന കാർക്കേസിൻ്റെ അല്ലെങ്കിൽ ഡ്രോവർ വരുന്ന യൂണിറ്റിൻ്റെ സെക്ഷൻ വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സെക്ഷൻ വരയ്ക്കാം. നമ്മൾ സെക്ഷൻ വരയ്ക്കാൻ തുടങ്ങിയാണ്. സെക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടുന്ന് ഒരു എക്സൽ ലൈൻ ഇടുന്നുണ്ട്. ഇതുപോലെ എവിടെയൊക്കെയാണ് ജോയിൻറ്റുകൾ ഷെൽഫുകളൊക്കെ വരുന്ന അവിടെയൊക്കെ നമ്മൾ ഒരു സെക്ഷൻ ഒരു എക്സൽ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഡെപ്ത് എന്ന് പറയുന്നത് ടോട്ടൽ 58 ആണ്.
നമ്മൾ ബാക്കിൽ നിന്ന് വാളിൻ്റെ സൈഡിൽ നിന്ന് 20 mm ഒരു ഓഫ്സെറ്റ് ഇടുന്നു. ഓഫ്സെറ്റ് ഇട്ടതിന് ശേഷം 580 ഒരു ഓഫ്സെറ്റും കൂടി ഇടുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് രണ്ട് റെക്റ്റാങ്കിൾ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വരെ ഏകദേശം എക്സൽ ലൈൻസ് എല്ലാം ഞാൻ ഡിലീറ്റ് ആക്കണം. എക്സൽ ലൈൻസ് ഡിലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ കാർക്കേസിൻ്റെ ഒരു സൈഡ് ക്രിയേറ്റ് ചെയ്ത് അതേ രീതിക്ക് തന്നെ ഈ ടോപ്പും ബോട്ടവും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് എക്സ്പ്ലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഡോറിൻ്റെ ഓപ്പണിങ് ലൈൻ ഡിലീറ്റ് ചെയ്ത് അതുപോലെ ഇതും ഡിലീറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു ഫയൽ ഇവിടെ പ്ലേസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനെ ഈ ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ലൈനിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യണം. അടുത്തായിട്ട് നമ്മൾ ഇത് 2 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കാർക്കേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഈ ലെവലിലോട്ട് കൊണ്ടുപോയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് വയ്ക്കുകയാണ്. അതിനുശേഷം ഇതേപോലത്തെ ഒരു യൂണിറ്റ് താഴെ വരുന്നുണ്ട്, വലിയൊരു യൂണിറ്റ്. അപ്പോൾ നമ്മളതിനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഈ ലെവലിൽ ഈ റെക്റ്റാങ്കിൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോയിക്കുകയാണ്. ഇവിടുത്തെ ലിപ്പിങ് നമ്മളതുപോലെ തന്നെ മിറർ ചെയ്തുകൊണ്ട് ഇവിടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡോറെന്ന് പറയുന്നത് സിംഗിൾ ഡോറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഈ ഡോറിനെ തന്നെ സ്ട്രെച്ച് ചെയ്ത് ഈ ഒരു ലെവലിൽ കൊണ്ടുവന്നു ഈ ഒരു ഇവിടെ നിന്ന് ഡോറിനെ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. ഹാച്ച് കൂടി നമുക്ക് അവിടേക്ക് സ്ട്രെച്ച് ചെയ്ത് ലെവൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് റെക്റ്റാങ്കിള് ഒരു നമ്മൾ മുന്നേ വരച്ച 2 റെക്റ്റാങ്കിൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഒരു സൈഡ് സെക്ഷൻ കാർക്കേസിൻ്റെ ഒരു സൈഡ് സെക്ഷൻ സിംഗിൾ ഡോറായി. അതുപോലെ തന്നെ 2 കാർക്കേസ് വന്നിട്ട് 2 പാർട്ടായിട്ട് തിരിക്കുന്നൊരു ഇത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹാച്ച് കൊടുത്തുകൊണ്ട് ഇത് ഹാച്ചില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഹാച്ച് കൊടുത്ത് അത് ഫില്ല് ചെയ്തെടുക്കാം. ഹാച്ച് പ്രോപ്പർട്ടിയിലേക്ക് പോയിട്ട് ഹാച്ചും കൂടി നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കർട്ടിങ് ആവശ്യമുണ്ട്. അപ്പോൾ സ്കർട്ടിങ്ങിന് നമ്മൾ ഒരു 18/100 അങ്ങനെ സൈസിലൊരു സ്കർട്ടിങ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്കർട്ടിങ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. 2 നമ്മൾ ഹാച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് സ്ട്രക്ചർ ടൈപ്പ് സ്കർട്ടിങ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു പീസും കൂടി ഈ ഒരു നടുക്കൊരു ഏരിയയിൽ കാണിക്കാൻ സ്ട്രക്ചർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ബോക്സ് എടുത്ത് വയ്ക്കുന്ന ടൈപ്പ് സ്കർട്ടിങ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ PVC ലെഗാണ്
അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതും നമുക്ക് കാണിക്കാം. അത് ഓരോ കമ്പനി എങ്ങനെയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നതെന്നുള്ളതിനനുസരിച്ച് നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മളിവിടെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ലിപ്പിങ്ങോട് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഫില്ലർ 18,50 ഒരു ഫില്ലറും കൂടി നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കാർക്കേസിൻ്റെ സെക്ഷൻ കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഷെൽഫിനെ നമുക്ക് അതുപോലെ തന്നെ ഒരു ഷെൽഫിന് താഴേക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനെ തന്നെ കോപ്പി ചെയ്തെടുത്തുകൊണ്ട് ഷെൽഫിനെ ഇവിടേക്ക് വയ്ക്കുകയാണ്. ഷെൽഫിൻ്റെ ഡെപ്ത് വേണമെങ്കിൽ ഒരു 5 mm കൂടെ നമുക്കാണെങ്കിൽ കുറച്ച് കൊടുക്കാം. ഒരു ലൈൻ ശരിക്കും ഇങ്ങനെ കാർക്കേസിൻ്റെ ഒരു സെക്ഷനാണെങ്കിൽ ഇങ്ങനെ ലൈൻ പോയിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വസ്തുവിനെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു ലൈൻ എന്തായാലും നമുക്ക് വിസിബിൾ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കളർ മാത്രം ഒന്ന് ലൈറ്റ് ആക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു പോർഷനെ കൂടെ നമുക്ക് വിസിബിളായിട്ട് കാണുന്ന രീതിക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്ഷൻ വരച്ചു. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഹാങ്കർ ആണ് കാണിക്കാനുള്ളത്. ഹാങ്കറിൻ്റെ നമുക്കൊരു സെൻട്രൽ ലൈനിൽ നിന്നൊരു എക്സൽ ലൈൻ ഇട്ടതിന് ശേഷം ഞാൻ ഓൾറെഡി ഹാങ്കറിൻ്റെ ഒരു ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹാങ്കറിൻ്റെ ബ്ലോക്ക് ഹാങ്കർ അങ്ങനെ ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതിൻ്റെ അപ്പോൾ ഈ ഒരു പോർഷനിലെ ഒരു സെക്ഷൻ നമുക്ക് കഴിഞ്ഞു. സെക്കൻഡ് സെക്ഷൻ വരയ്ക്കാൻ കുറച്ചും കൂടി സിമ്പിളാണ്. കാരണം ഓൾറെഡി നമ്മളിതെല്ലാം വരച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്ഷനെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഈ ഒരു ഹാങ്ങർ ഇവിടുന്ന് റിമൂവ് ആക്കുക. അതിനുശേഷം വരുന്ന ഷെൽഫുകൾ 2 ഷെൽഫുകളുണ്ട്. അപ്പോൾ അതിന് ഇക്വലൻ്റായിട്ട് ഒരു എക്സൽ ലൈൻ ഇട്ടതിന് ശേഷം ഷെൽഫുകളെ ഫസ്റ്റ് അവിടേക്ക് പ്ലേസ് ചെയ്യുക. ഷെൽഫ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കിനി അപ്പോൾ ഇത് രണ്ടാമത്തെ കാർക്കേസിൻ്റെ ഏകദേശം റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡ്രോവറിൻ്റെ യൂണിറ്റാണ്. ഡ്രോവറിൻ്റെ യൂണിറ്റും നമുക്ക് അടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8 സെൻറ്റിയോളമാണ് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സൽ ലൈൻ കൊടുത്തതിന് ശേഷം 8 സെൻറ്റി ഇവിടെ ഓൾറെഡി ഈ ലൈൻ ഉള്ളതുകൊണ്ട് ഈ ലൈനിൽ നിന്ന് നമുക്ക് 8 സെൻറ്റി ബാക്കിലേക്ക് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു ഫസ്റ്റ് റെക്റ്റാങ്കിൾ കൊടുക്കാം. റെക്റ്റാങ്കിൾ കൊടുത്തതിന് ശേഷം എക്സൽ ലൈനും ഈ ഒരു ലൈനും ഞാൻ ഡിലീറ്റ് ആയി കളയുന്നുണ്ട്. നമുക്ക് ഇവിടെ ആദ്യം ഈ ഒരു ടോപ്പ് ഇവിടെ വിസിബിളായിട്ടുള്ള ഈ ഒരു 18 mm ടോപ്പ് നമുക്കിവിടെ ആദ്യം പ്ലേസ് ചെയ്യാം, വരയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു കോപ്പി എടുത്തതിന് ശേഷം അതിനെ ഇവിടെ പ്ലേസ് ചെയ്യണം ചെയ്ത്. ഓക്കെ, അതിനുശേഷം നമുക്ക് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പാണ്. ഹാൻഡിലിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പിൻ്റെ ഒരു പോർഷനാണ് വരുന്നത്. അതിനുശേഷം ഒരു ഫ്രണ്ടൽ വരുന്നുണ്ട്. പിന്നീട് ഒരു ഗ്യാപ്പ്, പിന്നീട് ഒരു ഫ്രണ്ടൽ വരുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്യാപ്പ്,
എന്നുള്ള രീതിക്കാണ് ഇത്. അപ്പോൾ അതിനെല്ലാം ഒരു എക്സൽ ലൈൻ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഒരു പൊസിഷനിൽ 18 mm ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇനി ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ 45 ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് 45ലേക്ക് ഒരു എക്സൽ ലൈൻ ഇട്ടതിന് ശേഷം ഓഫ്സെറ്റ് 45ലേക്ക് കൊടുക്കുന്നു. ഓഫ്സെറ്റ് 45ലേക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം മറ്റുള്ള എക്സൽ ലൈൻസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ടലിൻ്റെ പോർഷൻ. പക്ഷേ നമ്മൾ ഇവിടെ ഹാൻഡിൽ കൈകൊണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിപ്പ് കിട്ടാനെ കൊണ്ട് 25 mm ഇതിനെ താത്ത് വയ്ക്കുന്നത്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിടിച്ചതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് 25 mm ഇത് കൊടുക്കുന്നു. ഇവിടുന്ന് മുകളിലേക്ക് ചാനൽ ഫിക്സ് ചെയ്യാനുള്ള ഗ്യാപ്പായിട്ടൊരു 15 mm കൂടെ കൊടുക്കുന്നു. അതിനുശേഷം 18 mm ഒരു സപ്പോർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരു സപ്പോർട്ട് നമുക്ക് ബോക്സിൻ്റെ ഒരു ബാക്കിലും കൂടെ നമ്മളിവിടെ കൊടുത്തു. അതിന് ശേഷം വരുന്നത് ഇവിടെ ഒരു ബോട്ടം പാനൽ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ബോട്ടം പാനലും കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം പാനലിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബാക്ക് പാനലും ഫ്രണ്ടിലത്തെ ആ ഒരു ബോക്സിൻ്റെ ബോർഡർ പാനലും കൂടി നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡ്രോവർ ബോക്സ് കിട്ടി. ഇനി നമുക്കിതിന് ഹാച്ച് കാര്യങ്ങൾ ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ലിപ്പിങ് കാണിക്കുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രോയിങ് എത്ര ആക്യുറേറ്റ് ആണോ അത്രയും ഈസി ആയിരിക്കും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും സ്പോട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരയ്ക്കുമ്പം മാക്സിമം ആക്യുറേറ്റ് ആക്ച്വൽ റിയൽ വേൾഡ് സൈസിൽ വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം പിന്നീട് നമുക്ക് ആദ്യം വർക്ക് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊരു ഏരിയയുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഇതേപോലെ തന്നെ അടുത്ത് വരുന്ന 2 എക്സൽ ലൈനും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോർഷൻ ഇത് വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. പിന്നെ അടുത്തൊരു കോപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സിൻ്റെ ഒരു ബോട്ടം ഏരിയയും കൂടി ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ ഒരു കൂടെ മുകളിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. ഇവിടെ ഒരു ബോട്ടം പാനലും കൂടി നമുക്ക് ഈ ബോക്സിനൊരു ബോട്ടം പാനലും കൂടെ എന്തായാലും ഇതിനകത്ത് വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡയറക്റ്റ് നമുക്ക് ചാനൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ബോട്ടം പാനലും കൂടി വരും. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 2 mm ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇതിനൊരു 2 mm 2.7 mm ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ഇത് ബാക്കിൽ ടച്ച് ചെയ്യുന്ന രീതിക്കായിരിക്കും. അതുപോലെ തന്നെ ഇതും ബാക്കിൽ ടച്ച് ചെയ്യുന്ന രീതിക്കാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സെയിം സൈസിലേക്ക് നമുക്ക് ഇതിനെ എല്ലാം ഈക്വലായിട്ട് ചെയ്യാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് സൈസിലാണെങ്കിലും കുഴപ്പമില്ല. ഒരു 18 mm
ഗ്യാപ്പ് കൂടി അവിടെ നമ്മൾ ആ 1 ഒരു ഗ്യാപ്പ് കൂടെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈസിലേക്കുള്ള ബോക്സും കിട്ടുന്നതായിരിക്കും. ഇതിനകത്തുള്ള ബോക്സിൻ്റെ സൈസ് കുറച്ച് കുറയും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എല്ലാം ഈ ബോക്സുകളെല്ലാം ഈക്വലാക്കിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇൻറ്റേർണൽ സൈസും ഏകദേശം 98 സെൻറ്റി 9.8 സെൻറ്റി അല്ലെങ്കിൽ 98 10 സെൻറ്റിയോളം അതിനകത്ത് ഡെപ്തും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വസ്തു കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി പോയിരിക്കുന്ന ലൈൻ വിസിബിളായിരിക്കും. അപ്പോൾ നമ്മൾ ആ ലൈനും കൂടെ ഇവിടെ ജസ്റ്റ് വരച്ച് കാണിക്കുന്നുള്ളൂ. അതായത് റിയലായിട്ടൊരു സാധനം എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പരമാവധി ഈ ഡ്രോയിങ്ങിൽ വരച്ച് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ എന്താ പറയുക ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പിന്നീട് ആവശ്യം വന്നാൽ എടുക്കാനൊക്കെ ഈ ഒരു ഡ്രോയിങ്ങിനകത്തൊന്നും തന്നെ എടുക്കാൻ വളരെ സൗകര്യമായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ സെക്ഷനും വരച്ചു, അതിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ വരച്ചു, 2 സെക്ഷൻ വരച്ചു. ഇനി നമുക്ക് ഇതിനെ പ്ലോട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരം 2 സെക്ഷനും കൂടെ വരച്ചു. ഓക്കെ, ഇനി അടുത്ത പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലോട്ടിങ്, ഇതിൻ്റെ സ്പോട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, ഡയമെൻഷൻസ് എങ്ങനെ ആഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഓരോ സെക്ഷനായിട്ട് ഉള്ള കാര്യങ്ങൾ ഇത് എങ്ങനെ നമുക്ക് പ്രൊഡക്ഷന് കൊടുക്കാവുന്ന രീതിക്ക് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ ഒരു വാർഡ്രോബിൻ്റെ ഡ്രോയിങ് നമുക്ക് എങ്ങനെ ഒരു പ്ലോട്ട് ചെയ്ത് പ്രൊഡക്ഷൻ ഡ്രോയിങ് ആക്കുക എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ആ വീഡിയോ വരേക്കും ബൈ.